നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശ്രീനഗർ ഡൽഹി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പൈലറ്റ് വിമാനം ലാൻഡ് ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ മരിച്ചു എന്ന വാർത്ത പുറത്തുവരികയാണ്. ഡൽഹി ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിലാണ് സംഭവം. എയർ ഇന്ത്യ എക്സ്പ്രസ് പൈലറ്റ് ആർമാൻ ആണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. വിമാനം ലാൻഡ് ചെയ്തതിന് പിന്നാലെ വിശ്രമിക്കാൻ പോകുന്നതിനിടെ അർമാൻ ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു. എയർലൈൻ ഡിസ്പാച്ച് ഓഫീസിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് അർമാനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വിമാനം സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്തതിന് പിന്നാലെയായിരുന്നു അർമാൻ കുഴഞ്ഞു വീണത്. എയർ ഇന്ത്യ എക്സ്പ്രസ് അർമാന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് യാത്രാവേളയിൽ ഹൃദയാഘാതം വരാതിരുന്നത് വളരെ ഭാഗ്യം തന്നെയാണെന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ വിയോഗം, അദ്ദേഹത്തിന്റെ മരണ വാർത്ത ഏറെ ഞെട്ടലോടുകൂടിയാണ് യാത്രക്കാരും സഹപ്രവർത്തകരും ഒക്കെ തന്നെ കാണുന്നത്. മണിക്കൂറുകൾക്ക് മുൻപ് വളരെ ഉഷാറോടുകൂടി യാത്ര അവസാനിപ്പിച്ച് ഇറങ്ങിയ അദ്ദേഹമാണ് ഇപ്പോൾ ജീവനോടുകൂടി ഇല്ല എന്നുള്ള വാർത്തയിൽ ഞെട്ടലോടുകൂടി സഹപ്രവർത്തകർ ഉണ്ടാകുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ധീരമായ പ്രവർത്തനമൊക്കെ തന്നെ ഓർത്തെടുക്കുകയാണ് സഹപ്രവർത്തകർ ഇപ്പോൾ. അതേസമയം തലസ്ഥാനത്തെ വെട്ടിലാക്കുന്ന ഒരു സംഭവ വികാസം നടക്കുകയാണ്. തലസ്ഥാനത്തെ എയർപോർട്ടിൽ വർഷങ്ങളായി തുടരുന്ന പ്രശ്നമാണ് പക്ഷികൾ ഇടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ. വിമാനം ആകാശത്ത് കുതിച്ചുയർന്നാൽ കൂട്ടിയിടി ഉറപ്പാണ്. ഓരോ അപകടങ്ങളും തലനാടിലേക്കാണ് രക്ഷപ്പെടുന്നത്. വള്ളക്കടവ് ഭാഗത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതാണ് ഈ ഒരു പ്രധാന കാരണം. ഇതിനെതിരെ അധികൃതർ ഒരു നടപടി എടുക്കാത്തതും പ്രശ്നങ്ങൾ ഗുരുതരമാക്കുന്നു. ഇപ്പോഴത്തെ വിമാനത്തിൽ പക്ഷികൾ ഇടിച്ച് അപകടങ്ങൾ ഉണ്ടാവുന്നതും സർവീസ് മുടങ്ങുന്നതും പതിവായതോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിലെ പ്രശ്ന പരിഹാരത്തിന് യോഗം വിളിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും സെക്രട്ടറിമാരും എയർപോർട്ട് അതോറിറ്റി, നഗരസഭ, അദാനി എന്നിവരുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വിമാനത്താവളത്തിൽ 2018 മുതൽ ഇതുവരെ പക്ഷിയുമായി കൂട്ടിയിടിച്ചത് 124 വിമാനങ്ങളാണെന്നാണ് കേന്ദ്രത്തിന്റെ കണക്ക്. പക്ഷേ പൈലറ്റുമാർ റിപ്പോർട്ട് ചെയ്ത കേസുകൾ ഇതിലും ഏറെയാണ്. ഗുരുതര സ്വഭാവത്തിലുള്ള പക്ഷിയിടിയിൽ മാത്രമാണ് കേന്ദ്രത്തിന്റെ കണക്കിൽ ഉൾപ്പെടുന്നത്. ടേക്ക് ഓഫിനിടെ വിമാനത്തിൽ പക്ഷിയിടിച്ചതിനെ തുടർന്ന് 2 ആഴ്ച മുമ്പ് വിമാനം റദ്ദാക്കേണ്ടി വന്നിരുന്നു. അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 7:30 പുറപ്പെടേണ്ടിയിരുന്ന ഇൻഡിഗോ വിമാനമാണ് റദ്ദാക്കിയത്. ടേക്ക് ഓഫിന് തൊട്ടു മുമ്പാണ് വിമാനത്തിൽ പക്ഷിയിടിച്ചത്. തുടർന്ന് ബാംഗ്ലൂരിലേക്കുള്ള വിമാനം റദ്ദാക്കുകയായിരുന്നു. ഇതിന് പകരം വിമാനം വൈകുന്നേരമാണ് പുറപ്പെട്ടത്. പ്രശ്നം ഗുരുതരമായി മാറിയതോടുകൂടിയാണ് പക്ഷിയിടി ഒഴിവാക്കാൻ എന്ത് ചെയ്യാം എന്ന് ആലോചിക്കാൻ യോഗം ചേരുന്നത്. പ്രദേശത്തെ മാലിന്യ നീക്കം കാര്യക്ഷമമാക്കുന്നതടക്കം കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കാലങ്ങളായി തിരുവനന്തപുരം വിമാനത്താവളം പക്ഷിയിടി ഭീഷണിയിൽ തന്നെയാണ്. വിമാനത്താവള പരിസരത്ത് ഇറച്ചി മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് പക്ഷികളുടെ ശല്യം വർദ്ധിക്കാൻ കാരണം. ഇത് നേരിടാൻ കോർപ്പറേഷനും വിമാനത്താവള അധികൃതരും ശ്രമങ്ങൾ ആരംഭിച്ചുവെങ്കിലും പക്ഷികളെ പൂർണ്ണമായി തുടച്ചു നീക്കാനോ അല്ലെങ്കിൽ തുരത്തുവാനോ കഴിഞ്ഞിട്ടില്ല. വിമാനപാതയിലെ പക്ഷിക്കൂട്ടങ്ങളുടെ ഭീഷണി തുടരുന്നതിനാൽ പൈലറ്റുമാരും ആശങ്കയിലാണ്. ഇത് സംബന്ധിച്ച് പൈലറ്റുമാർ പല ഘട്ടങ്ങളിലും എയർ ട്രാഫിക് കൺട്രോൾ വഴി തങ്ങളുടെ പരാതിയും ആശങ്കകളും അറിയിച്ചിട്ടുണ്ട്. ദക്ഷിണ കൊറിയയിൽ കഴിഞ്ഞ ദിവസം വിമാനം തീപിടിച്ച് കത്തി 179 പേരുടെ ജീവൻ നഷ്ടമായ അപകടത്തിന്റെ കാരണം പക്ഷിയിടി ഉണ്ടായതാണെന്നാണ് സംശയം. തിരുവനന്തപുരത്തും ഇറങ്ങുന്നതിനും പുറപ്പെടാൻ തയ്യാറായ വിമാനങ്ങളിലും പരുന്തും അതുപോലെ തന്നെ മൂങ്ങയും ഉൾപ്പെടെ പക്ഷികൾ ഇടിച്ചു കയറിയുണ്ടായ അപകടത്തെ തുടർന്ന് യാത്ര റദ്ദാക്കിയ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ മെയ് 25-ന് ഇറങ്ങാനെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ ഇടതുഭാഗത്തുള്ള എഞ്ചിനിൽ കൊക്ക് ഇടിച്ചു കയറിയിരുന്നു. വിമാനത്താവളത്തിനുള്ളിലും വിമാനപാതയിലും എത്തുന്ന പക്ഷികളെ തുരത്തുന്നതിന് ബേർഡ് സ്കെയേഴ്സ് എന്ന ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട്. ഈ പടക്കങ്ങളും റോക്കറ്റുകളും ഉപയോഗിച്ചാണ് നിലവിൽ ഇവയെ തുരത്തുന്നത്. വിമാനം എത്തുന്നതിന് മുൻപ് റൺവേയിലും വിമാനപാതയിലും തുടർച്ചയായി ഇത്തരം വലിയ ശബ്ദം ആവൃത്തിയിലുള്ള പടക്കങ്ങൾ ഉപയോഗിച്ചാണ് പക്ഷികളെ തുരത്താറുള്ളത്. വിമാനത്താവള അധികൃതർ തന്നെയാണ് ഈ ഒരു പോംവഴിയും കണ്ടെത്തിയത്. അറവുശാലകളിൽ നിന്നും വിമാനപാതകൾക്കടുത്ത് മാംസാവശിഷ്ടങ്ങൾ കൊണ്ടിടുന്നതിന് നിയന്ത്രണം വന്നിട്ടുണ്ടെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു. നഗരസഭ ഏർപ്പെടുത്തിയിട്ടുള്ള ഏജൻസികൾ വഴിയാണ് ഇവ നീക്കം ചെയ്യുന്നത്. എന്നാൽ വിമാനപാതയായ ഈ പരുത്തിക്കുഴിക്ക് സമീപം ഒഴിഞ്ഞ സ്ഥലത്ത് അറവു മാലിന്യങ്ങൾ കൊണ്ടിടാറുണ്ട്. ഇത് ഉച്ചയ്ക്കും രാവിലെയും പരുന്തും കാക്കയും കൊക്കും ഉൾപ്പെടെ പക്ഷിക്കൂട്ടങ്ങൾ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്ന് അധികൃതർ പറയുന്നുണ്ട്. മുട്ടത്തറ പൊന്നറ പാലത്തിന് സമീപം വിമാനം ഇറങ്ങുന്ന മേഖലയിൽ രാവിലെ മീൻ വിൽപ്പനക്കാർ എത്തുന്നതും പക്ഷികളെ ആകർഷിക്കാറുണ്ട്.